എന്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും മൈൻഡ് ചെയ്തിട്ടില്ലാത്ത ഒരു വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അതാണ് വഴുതനങ്ങ. ഓക്കെ. ലുക്ക് കുറച്ച് കുറവാണ്. മാത്രമല്ല കുറച്ച് ഓവർ സൈസും ആണ്. അതുകൊണ്ടൊന്നുമല്ല. ബോഡി ഷേമിംഗ് ചെയ്യാണെന്ന് വിചാരിക്കരുത്. ഇന്ന് പക്ഷേ ഈ ഒരു വെജിറ്റബിൾ എന്റെ ഫേവറേറ്റ് വെജിറ്റബിൾസിന്റെ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. അതിന് കാരണം ഞാൻ നേരത്തെ ചൂട് ചോറിൽ കൂട്ടി കഴിച്ച ബേങ്കൻ ഭാത്താണ് കേട്ടോ. നമുക്ക് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കറികൾ വെക്കാൻ താല്പര്യമില്ലാത്ത ദിവസം പെട്ടെന്ന് ശടപടയെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഈ ബേങ്കൻ ഭാത്ത് എന്ന് പറയുന്നത്. ഇതുപോലെ വഴുതനങ്ങ നന്നായിട്ട് കട്ട് ചെയ്ത് റൗണ്ടിൽ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, കായം, പിന്നെ ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ദോശക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, മൊരിച്ചാൽ മതി. അതിനുശേഷം അതൊന്ന് സൈഡിൽ വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കട്ട തൈരിട്ട് അതിലേക്ക് സെയിം മസാലകൾ നമ്മൾ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് എന്താ പറയുക, ആ പാനിലേക്ക് തന്നെ, അതായത് നമ്മൾ വഴുതനങ്ങ റോസ്റ്റ് ചെയ്തെടുത്ത അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തതിലേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഈ ബാങ്കൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഈ തൈരിലേക്ക് ഇടുക. ഈ ഒരു ഉള്ളിയും അതിലേക്ക് ഇടുക. അതിനുശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. എന്നിട്ട് ലാസ്റ്റ് ടച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയാണ്. അതും കൂടെ അങ്ങ് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു നല്ല മണം വരും. അപ്പൊ തന്നെ ഒട്ടും വൈകിക്കാതെ നമ്മൾ ചൂട് ചോറ് പ്ലേറ്റിലേക്ക് എടുത്തിടണം. എന്നിട്ട് ഇതിന്റെ കുറച്ച് സ്പൂൺ എടുത്ത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചങ്ങ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടമില്ലാത്ത വഴുതനങ്ങയോട് വല്ലാത്തൊരു പ്രണയം തോന്നും. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സേവ് ആൻഡ് ഷെയർ ദ റെസിപ്പി.